ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈഃ തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം നോ അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. മുണ്ടക ഉപനിഷത്തിലെ 1-ാം മുണ്ടകത്തിലെ 2-ാം കാണ്ഡത്തിലെ 10-ാമത്തെ മന്ത്രം. ഇഷ്ടാപൂർത്തം. ഇഷ്ടാപൂർത്തം മന്യമാന വരിഷ്ഠം നാന്യശ്രേയോ വേദയന്തേ പ്രമൂഢാ നാഗസ്യ പൃഷ്ടേ തേ സുഹൃദേനു ഭൂത്വാ ഇമം ലോകം ഹീനതരം വാ വിശന്തി. പ്രമൂഢാ, പ്രമൂഢന്മാർ, പുത്രപശുബന്ധുവാദികളിലുള്ള രാഗത്താൽ മയങ്ങിയവർ. ഇഷ്ടാപൂർത്തേ, ഇഷ്ടാപൂർത്തങ്ങളെ, ശൗതസ്മാർത്ത കർമ്മങ്ങളെ. വരിഷ്ഠം, വരിഷ്ഠമെന്ന് പുരുഷാർത്ഥത്തെ സാധിക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമെന്ന് വിചാരിച്ചിട്ട്, മന്യമാന വിചാരിച്ചിട്ട്, അന്യത് അന്യമായ ആത്മജ്ഞാനസ്വരൂപമായ ശ്രേയ, ശ്രേയസ്സിനെ, ശ്രേയസാധനത്തെ ന വേദയന്തേ അറിയുന്നില്ല. തേ അങ്ങനെയുള്ളവർ സുഹൃതേ കർമ്മഫലം അനുഭവിക്കുന്നതിനുള്ള സ്ഥലമായ നാഗസ്യ പൃഷ്ഠേ സ്വർഗലോകത്തിൻ്റെ ഉപരിഭാഗത്തിൽ അനുഭൂത്വ കർമ്മഫലത്തെ അനുഭവിച്ചിട്ട് ഇമം ലോകം ഈ ലോകത്തെയോ മനുഷ്യലോകത്തെയോ ഹീനതരം വാ ഇതിനേക്കാൾ താണതരത്തിലുള്ള ലോകത്തെയോ വിശന്തി പ്രവേശിക്കുന്നു. യാഗം മുതലായ ശ്രുതിയിൽ വിധിക്കപ്പെട്ടുള്ള കർമ്മങ്ങളെ ഇഷ്ടമെന്നും വാപി കൂപ തടാകാദി നിർമ്മാണരൂപമായ സ്മൃതിവിഹിത കർമ്മങ്ങളെ പൂർത്തമെന്നും പറയുന്നു. ഇഷ്ടമെന്നും പൂർത്തമെന്നും. ഇഷ്ടം എന്ന് പറഞ്ഞാൽ യാഗം മുതലായ വേദങ്ങളിൽ വിധിക്കപ്പെട്ടുള്ള കർമ്മങ്ങൾ. വാപീകൂപ തടാകാദി നിർമ്മാണം, അപ്പോൾ മഴ, കിണർ, തടാകങ്ങൾ ഇതെല്ലാം നിർമ്മിക്കുന്നതിനുള്ള സ്മൃതിവിഹിതമായ കർമ്മങ്ങളെ പൂർത്തമെന്നും പറയുന്നു. ഇവ രണ്ടുമാണ് പുരുഷാർത്ഥ സാധനങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് വിചാരിച്ചിട്ട് പുത്രന്മാർ, പശുക്കൾ, ബന്ധുക്കൾ മുതലായ സുഖസാധനങ്ങളിൽ ഉള്ള രാഗത്താൽ, മോഹത്താൽ മതിമറന്നു പോയിട്ടുള്ള ആളുകൾ ആത്മജ്ഞാനസ്വരൂപമായ വേറെയായിട്ടുള്ള ശ്രേയസാധനത്തെ അറിയുന്നില്ല, അറിയുന്നതിന് ശ്രമിക്കുന്നുമില്ല. അവർ കർമ്മഫലത്തെ അനുഭവിക്കുന്നതിനുള്ള സ്ഥാനമായ സ്വർഗലോകത്തിൽ തങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിച്ചു കഴിയുമ്പോൾ, അത് ക്ഷയിക്കുമ്പോൾ, കർമ്മശേഷത്തിൻ്റെ സ്വഭാവത്തിന് അനുരൂപമായി മനുഷ്യലോകത്തെയോ അതിലും താണതരത്തിലുള്ള തിര്യക് ലോകത്തെയോ സ്ഥാവര ലോകത്തെയോ പ്രവേശിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ യാഗം മുതലായ കാര്യങ്ങളെല്ലാം ഇഷ്ടമായ കർമ്മങ്ങളും മറ്റ് കിണറുകളും തടാകങ്ങളും എല്ലാം നിർമ്മിക്കുന്ന കാര്യങ്ങളും, ഈ 2 കാര്യങ്ങളും ആണ് നമ്മുടെ പ്രധാന കർമ്മം എന്ന് വിചാരിച്ചിട്ട് ബന്ധുക്കൾ, പുത്രന്മാർ, പശുക്കൾ, ബന്ധുക്കൾ ഇതിലെല്ലാം മോഹത്തോടുകൂടി, ഇതെല്ലാം സുഖസാധനങ്ങളാണ്. നമ്മൾ യാഗം ചെയ്യുന്നത് നമ്മുടെ കർമ്മമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അത് കർമ്മമാണെന്ന് വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഫലമുണ്ടാവുകയില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് വിചാരിച്ച് നമ്മൾ കിണറുകളും തടാകങ്ങളെല്ലാം നിർമ്മിക്കുന്നു. ഈ 2 ഇഷ്ടമെന്നും പൂർത്തമെന്നും ഇതെല്ലാം ചെയ്ത്, ഇത് രണ്ടും നമ്മളെ പുരുഷാർത്ഥ സാധനമാണ്, നമ്മുടെ കർമ്മമാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്നു. ആ ചെയ്യുന്നതിനോട് കൂടെ തന്നെ അതിൽ ശരിയായി നമ്മൾ മനസ്സർപ്പിക്കാതെ പുത്രന്മാരും പശുക്കളും ബന്ധുക്കളും എല്ലാം സുഖസാധനമാണെന്ന് വിചാരിച്ച് അവരോടുള്ള മോഹത്തോട് മതിമറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആത്മജ്ഞാനസ്വരൂപനായ പരമാത്മാവിനെയോ ആത്മാവിനെയോ അറിയാനുള്ള ബുദ്ധി ഉണ്ടാവുകയില്ല, അതിന് ശ്രമിക്കുകയുമില്ല.
അപ്പോൾ അങ്ങനെയായി കഴിയുമ്പോൾ നമുക്ക് പുണ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ആ പുണ്യം ക്ഷയിക്കുമ്പോൾ, കർമ്മഫലം ക്ഷയിക്കുമ്പോൾ അതിന് കാരണമായി എന്താണോ ഇരിക്കുന്നത്, ക്ഷയിക്കുമ്പോൾ കർമ്മഫലം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ സ്വർഗലോകത്തിൽ നിന്നും തിരിച്ച് മനുഷ്യലോകത്തിൽ വരും. അതല്ലെങ്കിൽ അതിനേക്കാളും കർമ്മഫലം കുറവാണ് എന്നുണ്ടെങ്കിൽ, തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനും താഴത്തേക്കുള്ള ലോകത്തിലേക്ക് നമ്മൾ പോകും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ കർമ്മം എന്താണ് എന്ന് അറിയുക മാത്രമല്ല, ആത്മാവ് എന്താണെന്നറിയണം, ആത്മജ്ഞാനമുണ്ടായിരിക്കണം. അവിടെ ആത്മജ്ഞാനമാണ് ശ്രേയസാധനം എന്ന് നമുക്ക് അറിയണം എന്നാണ് ഇവിടെ പറയുന്നത്. ആത്മാവിനെ അറിയണം, പരമാത്മാവിനെയും അറിയണം. അപ്പോൾ ബാക്കിയുള്ള മായാമോഹങ്ങളിൽ പെട്ടുകഴിഞ്ഞാൽ ആത്മാവിനെ അറിയാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ ആത്മജ്ഞാനം ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുത്രന്മാരും പശുക്കളും ബന്ധുക്കൾ എന്നുള്ള ഈ മായാമോഹ സുഖ സാധനങ്ങളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ, അതിനെക്കുറിച്ചുള്ള മോഹം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആത്മജ്ഞാനം ഉണ്ടാവാൻ പ്രയാസമാണ്. അപ്പോൾ ആത്മജ്ഞാനമാണ് ശ്രേയസാധനം എന്ന് വിചാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ മോഹപാശത്തിൽ നിന്നും നമ്മൾ മുക്തരാവണം. അങ്ങനെയായി കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവുകയും ആത്മാവിനെ അറിയുകയും പരമാത്മാവിനെ അറിയുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മൾ ചെയ്ത പുണ്യം നിലനിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ പുണ്യം ക്ഷയിച്ചു പോകും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ പുണ്യകാര്യങ്ങളുടെ ഫലം ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയാണോ നമ്മൾ എത്തിയിരിക്കുന്നത് അവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വരും എന്നുള്ള കാര്യമാണ്, തിരിച്ചു പോരേണ്ടി വരും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്.